ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വൈകുന്നേരം ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക ടീച്ചർ അമ്മയും വീണയും. അതിനിടയ്ക്ക് വീണ അമ്മയോടായി ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം ഞാൻ അമ്മയോട് ചോദിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല, എന്നാൽ ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ലെന്ന്. അത് കേൾക്കെ അമ്മയും ഭയങ്കര മുഖവരിയാണല്ലോടി, നീ എന്താന്ന് വെച്ചാ ചോദിക്കെന്ന് പറയുമ്പോൾ കൃഷ്ണചന്ദ്രൻ സാറിന്റെ കാര്യത്തിൽ അമ്മയ്ക്കുള്ള സ്റ്റാൻഡ് എന്താ എന്ന് വീണയും. സാറ് സുഖമായി പഴയതുപോലെ ജീവിതത്തിലേക്ക് മടങ്ങണം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ സാറിന്റെ അസുഖം മാറുന്ന കാര്യമല്ല, സാറിന്റെ കാര്യത്തിൽ അമ്മയ്ക്കുള്ള മനസ്സെന്താ എന്ന് വീണ ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള വ്യക്തിയാണ്, എന്റെ ഗുരുനാഥനാണെന്ന് അമ്മ പറയുമ്പോൾ അതൊക്കെ എനിക്കും അറിയാം. സാറെന്താ ഇതുവരെ വിവാഹം കഴിക്കാത്തതെന്ന് വീണ ചോദിക്കുന്നുണ്ട്. അത് നല്ല പ്രായത്തിൽ ചിന്തിച്ചില്ലെന്നും പിന്നെ വൈകിയതിനാൽ താല്പര്യം വെച്ചില്ലെന്നും ആ സാർ പറഞ്ഞിട്ടുള്ളത് എന്ന് അമ്മ പറയുമ്പോൾ അമ്മ അത് വിശ്വസിക്കുന്നുണ്ടോ? അമ്മയെയും സാറിനെയും അന്ന് അയാൾ കൊല്ലാൻ നോക്കിയതും ഇപ്പോ തട്ടിക്കൊണ്ടുപോയതുമൊക്കെ എന്തിനാ എന്ന് വീണ ചോദിക്കുമ്പോൾ അത് അയാൾക്ക് തെറ്റിദ്ധാരണയും സംശയവുമല്ലേ, അതാണെന്ന് ടീച്ചർ അമ്മ. അല്ലാതെ അയാൾ പറയും പോലെയൊന്നും ഇല്ലെന്നാ എന്ന് വീണ വീണ്ടും ചോദിക്കുമ്പോൾ എനിക്കറിയില്ല കുഞ്ഞി, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല, ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സുപോലും അംഗീകരിക്കില്ല എന്ന് അമ്മ പറയുമ്പോൾ സാറിന് അമ്മയെ ഇഷ്ടമായിരുന്നു എന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്ന് വീണയും. എനിക്ക് അങ്ങനൊന്നും ചിന്തിക്കാനാവാത്ത വിധം ഞാൻ മുരടിച്ചു പോയിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ എങ്കിലും ഒരാളുടെ ഇഷ്ടം ഇത്രയും നാളും അറിയാതിരിക്കോ എന്ന് വീണ ചോദിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദ്യം ചോദിക്കുകയോ ഉത്തരം തേടുകയോ ചെയ്യാത്തൊരാളാ എന്ന് അമ്മയും. അമ്മ ഇനിയും ആരെയാണ് എന്തിനെയാണ് ഭയക്കുന്നത് എന്ന് വീണ ചോദിക്കുമ്പോൾ വീടും മക്കളും ജീവിതവുമായി പടവെട്ടുന്ന എല്ലാ അമ്മമാരും മറന്നുപോകുന്ന കാണാതെ പോകുന്ന കുറെ ഇഷ്ടങ്ങളുണ്ടാവും. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടത് കൂട്ടിക്കെട്ടി ജീവിതമാക്കാനാവില്ലല്ലോ എന്നമ്മ പറയുമ്പോൾ പഴയ കാലത്ത് സാധ്യമാവാത്തത് ഈ കാലത്ത് സാധ്യമായി കൂടുന്നില്ലല്ലോ എന്ന് വീണയും. മോളെ, സാറിനോട് സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്, അറിവിന്റെ കാര്യത്തിൽ ഒത്തിരി ബഹുമാനമാ. ഞാൻ പോയട്രി എഴുതി തുടങ്ങിയത് തന്നെ സാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷമാ. സാറിന്റെ ഷേക്സ്പിയർ അവതരണങ്ങൾ ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. അധ്യാപകൻ എന്ന നിലയിൽ എന്റെ മാതൃകയാണ്. അതിനപ്പുറം ഞാനൊന്നും ചിന്തിച്ച് എനിക്ക് തന്നെ ഒരു ഉറപ്പ് കൊടുക്കാറില്ല എന്ന് ടീച്ചറമ്മ വീണ്ടും പറയുമ്പോൾ എന്റെ അമ്മയെ തന്നെ കാലങ്ങളായി പറ്റിക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത് എന്ന് വീണ പറയുമ്പോൾ ആയിരിക്കാം, എനിക്കറിയില്ല എന്നമ്മയും. ഇതൊക്കെ പഴയ സരസ്വതിയുടെ വാക്കുകളായിട്ടാ എനിക്ക് തോന്നുന്നത്. ആ സരസ്വതി കഴിഞ്ഞില്ലേ അമ്മ, പുനർജനിച്ച പുതിയ സരസ്വതിക്ക് കുറച്ചുകൂടി തന്നിലേക്ക് വരുന്ന ഇഷ്ടങ്ങളും തന്റെ ഉള്ളിലെ ഇഷ്ടങ്ങളും തിരിച്ചറിയാൻ പറ്റേണ്ടതാണ്. അതെ അമ്മ അമ്മയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, ഉത്തരം കിട്ടേണ്ടതാ എന്ന് വീണ പറയുമ്പോൾ ടീച്ചറമ്മയും ഒരു നെടുവീർപ്പോടെ നോക്കാം എന്ന് പറഞ്ഞ് ആലോചനയോടെ ഇരിപ്പാ. അവിടെ റജിയും അഡ്വക്കേറ്റ് സുജിയും ഒരു പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുക. സുജി പറയുന്നുണ്ട്, സാധാരണ ഒരു മനുഷ്യരോടും ഞാൻ എന്റെ ജീവിതം പറയാത്തതാ, കാരണം അത് കേട്ടുള്ള അനുതാപവും അനാവശ്യ മോട്ടിവേഷനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോ ചേട്ടൻ വല്ലാതെ പ്യുവറായ മനുഷ്യനായി തോന്നിയത് കൊണ്ടാ ഞാൻ പറയുന്നത്. വെറുതെ പുറമേ കാണുന്ന കൗതുകങ്ങളോടെ എന്റെ അടുത്തുകൂടി ജീവിതം വിഷമത്തിലാക്കരുതെന്ന് ശരിക്കും തോന്നിയത് കൊണ്ട് പറയുന്നതാ. ചേട്ടന് പറ്റിയൊരു കുട്ടിയല്ല ഞാൻ എന്നവൾ പറയുന്നത് കേൾക്കെ അതെന്താ അങ്ങനെ പറയാൻ എന്ന് റജിയും. ഇങ്ങനെയൊരു ഊർജത്തിലോടുന്ന എനിക്ക് പിന്നിൽ തീരെ തളർന്ന രണ്ട് മനുഷ്യരുണ്ട്, അച്ഛനും അനിയത്തിയും. ആധാരം എഴുതിയ പേനയ്ക്കൊപ്പം തേഞ്ഞ ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റേത്. ഒരു ഓട്ടോക്കാരൻ വിചാരിച്ചപ്പോൾ എണീക്കാനാവാതെ കിടപ്പിലായി. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഒട്ടും ധൈര്യമില്ലാത്ത അനിയത്തി. രണ്ടാൾക്കും ഞാനില്ലാതെ പറ്റില്ല, അവരെ വിട്ടിട്ടൊരു ജീവിതം എനിക്കുമില്ല. ചേട്ടൻ ചിന്തിക്കും കണക്ക് ഒരു കൂട്ടാവാനൊന്നും എനിക്കാവില്ല എന്ന് സുജി പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷിക്കുന്ന മനുഷ്യരെയൊക്കെ പെട്ടെന്നങ്ങ് ഉപേക്ഷിച്ച് എനിക്കൊപ്പം ജീവിക്കാനുള്ള താല്പര്യമൊന്നുമല്ല വക്കീലേ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ചെറുതോ വലുതോ ആയ ആ ലോകത്തേക്ക് എന്നെ കൂടി കൂട്ടാനാ. എന്റേതു മാത്രമായ ലോകത്തേക്കല്ല ഞാൻ വക്കീലിനെ വിളിക്കുന്നത്. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ജിജിയും ജീജയും ഞങ്ങളുടെ കന്നുകാലികളും കോഴിയും പൂച്ചക്കുട്ടന്മാരും ഒക്കെ നിറഞ്ഞ മുത്താർ മലയിലെ ഒരു ലോകം. വക്കീലിന് ഇത്രയും ബന്ധുക്കളെ കൂടിയല്ലേ കിട്ടുന്നത്. തളർന്നുപോയ വക്കീലിന്റെ അപ്പനെ മുത്താർമലയിലെ ഒരു കാറ്റടിച്ചാൽ മതി ഉയിര് വരാൻ. വക്കീലിന്റെ അനിയത്തിക്ക് ഉറപ്പായും എന്റെ ജീജക്കുട്ടി ഒരു കൂട്ടായിരിക്കും. ഇനി ഇങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചുമക്കണ്ടെന്നേ എന്ന് റജി പറയുന്നത് കേൾക്കെ സുജിയും സന്തോഷ കണ്ണീർ തുടയ്ക്കുകയാ. ജീവിതമൊക്കെ മുമ്പ് പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചിലർക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ AC മുറിയുടെ സ്വകാര്യതകളിലിരുന്ന് ജീവിതം പങ്കിടണം. ആ ജീവിതം പറച്ചിലൊക്കെ പൂതി കഴിയുമ്പോൾ തീരുന്നതാണെന്ന് എനിക്കറിയാം. ചിലർ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ അവരെന്നെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിപ്പോ ആദ്യമായിട്ടാ എന്നെ ഒരാളൊരു വലിയ ലോകത്തേക്ക് ക്ഷണിക്കുന്നത്. എന്നോടൊപ്പം അച്ഛനും അനിയത്തിയും ഒക്കെ അതിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. ഒറ്റയ്ക്കിനി ചുമക്കണ്ടെന്ന് പറയുന്നത്. നിങ്ങളെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും എന്നവൾ ചിരിയോടെ പറയുമ്പോഴേക്കും റജിക്കും സന്തോഷമാവുകയാ.
അവനും സന്തോഷത്തോടെ, അല്ല ഞാൻ പറഞ്ഞത് നേരം പോക്കല്ല, ഉറക്കമൊഴിഞ്ഞ് സർക്കാർ ജോലിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഊർജം തരുന്ന മുഖമാ വക്കീലിൻ്റെത്. ഞാൻ ആ ജോലി ഉറപ്പായും ഒപ്പിക്കും. കാരണം എനിക്ക് ഈ വക്കീലിനെ ജീവിതത്തിൽ വേണം. എനിക്ക് വക്കീലിന്റെ കാര്യത്തിൽ ഒരു ധൃതിയുമില്ല. ഒരു ഉറപ്പ് മാത്രം മതിയെന്ന് റെജി പറയുമ്പോൾ ഒരാൾ കൂട്ടിനുണ്ടാവുക എന്നത് ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത സമാധാനം തരുന്നു. അപ്പോ അങ്ങനെ തന്നെ നോക്കാല്ലേ എന്നവൾ ചിരിയോടെ ചോദിക്കുമ്പോൾ, അതെ വക്കീലേ, അങ്ങനെ തന്നെ നോക്കാന്നേ എന്ന് റെജിയും സന്തോഷത്തോടെ പറയുമ്പോൾ, അപ്പൊ ശരി, പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് സുജി യാത്ര പറയാൻ തുടങ്ങുമ്പോൾ, എന്നാ പിന്നെ 2 ചായ കുടിച്ചതങ്ങ് ഉറപ്പിച്ചാലോ വക്കീലേ, എന്താ എന്ന് റെജിയും. ആയിക്കോട്ടെ എന്ന് സുജിയുടെ മറുപടി കേൾക്കെ അവൻ സന്തോഷത്തോടെ അവളെയും വിളിച്ചോണ്ട് പോവുകയാ. പിന്നീട് അവർ സന്തോഷത്തോടെ ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിക്കുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റൽ ബെഡിലിരിക്കുന്ന കൃഷ്ണചന്ദ്രൻ സാറിനെ കഴിക്കാനായി ഫ്രൂട്ട്സ് എല്ലാം എടുത്തു കൊടുക്കുക ടീച്ചറമ്മ കൃഷ്ണചന്ദ്രൻ സാറിനോട് പറയുന്നുണ്ട്, പണ്ട് രക്ഷിതാക്കൾ മക്കളെ ഓരോ കാര്യങ്ങൾക്ക് ക്രോസ് ചെയ്യുന്ന പോലെയാ ഇപ്പൊ പിള്ളേര് നമ്മളെ ക്രോസ് ചെയ്യുന്നത് സാർ. അത് കേൾക്കെ ചിരിയോടെ സാറും, അതാണ് സരസ്വതി, തലമുറകളുടെ മാറ്റം എന്ന് പറയുമ്പോ, എന്നാലും സാർ ഇത് അല്പം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സരസ്വതി പറയുമ്പോ, ആരാ ക്രോസ് ചെയ്തതെന്ന് സാറും. കുഞ്ഞി തന്നെ. കൃഷ്ണചന്ദ്രൻ സാറിന്റെ കാര്യത്തില് എന്താ അമ്മയുടെ സ്റ്റാൻഡ് എന്ന ചോദ്യം എന്ന് സരസ്വതി പറയുമ്പോ, ഈശ്വര, കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് തീരെ പൊതിഞ്ഞു വെച്ചുള്ള സംസാരമില്ല. അവർക്ക് തോന്നുന്നത് അതേ അളവിലും വീര്യത്തിലും ചോദിക്കാം എന്ന് സാറ് പറയുമ്പോ, എന്നിട്ട് കുറെ ഉപദേശവും തന്നു. സാറിനോടായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് സരസ്വതി പറയുന്നത് കേൾക്കെ ചിരിയോടെ, ഇനി എന്തായാലും കുറച്ചു കാലത്തേക്ക് മോഹൻ പുറത്തു വരാൻ ധൈര്യപ്പെടില്ല. സരസ്വതി എത്രയും വേഗം റീജോയിൻ ചെയ്യുന്ന കാര്യം നോക്ക്. സ്കൂളിലേക്ക് മടങ്ങാൻ ഇനി ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് സാറ് പറയുമ്പോൾ, നിങ്ങൾ 3 ആളും ഡിസ്ചാർജ് ആയാൽ എനിക്ക് സമാധാനമാവും. അത് കഴിഞ്ഞ ഉടനെ ജോയിൻ ചെയ്തോളാമെന്ന് സരസ്വതിയും. ഹോസ്പിറ്റലിന്റെ കാര്യവും ജോയിനിങ്ങും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. എത്രയും വേഗം ജോയിൻ ചെയ്യണമെന്ന് സാർ ഓർമ്മിപ്പിക്കുമ്പോൾ, ഞാൻ സോമൻ സാറിനെ വിളിച്ച് സംസാരിക്കാം സാർ എന്ന് സരസ്വതിയും. ഇനിയും അതൊട്ടും വൈകിക്കേണ്ടെന്ന് സാറ് പറയുമ്പോൾ, ശരി സാർ എന്ന് ടീച്ചറമ്മയും സമ്മതിക്കുന്നുണ്ട്. അവിടെ പോറ്റിയൊരു അമ്പലത്തിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പോറ്റി പുറത്തേക്ക് ഇറങ്ങിയതും ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് പാഞ്ഞെത്തുന്നുണ്ട്. ശബ്ദം കേട്ട് പോറ്റി സംശയത്തോടെ നോക്കുമ്പോഴേക്കും അതിൽ നിന്ന് പത്മനാഭനും കൂട്ടരും ഇറങ്ങി വരികയാ. പോറ്റിയും പരിഭ്രമത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ കഴുത്തിലിട്ടിരുന്ന മുണ്ട് തലവഴി മൂടിക്കൊണ്ട് നിൽക്കെ അങ്ങോട്ട് വരുന്ന പത്മനാഭൻ പുറംതിരിഞ്ഞു നിൽക്കുന്ന പോറ്റിയെ കണ്ട് സംശയത്തോടെ ഡോ എന്ന് വിളിക്കുമ്പോഴേക്കും പോറ്റിയും പരിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കുകയാ. അത് പോറ്റിയാണെന്ന് മനസ്സിലായ പത്മനാഭനും, നിക്കട അവിടെ എന്ന് പറഞ്ഞു ഓടിത്തുടങ്ങുമ്പോഴേക്കും പോറ്റിയും നേരെ അമ്പലത്തിനകത്തേക്ക് ഓടിക്കയറുകയാ. പോറ്റി അമ്പലത്തിനകത്ത് കയറി ഓടി പോകുമ്പോഴേക്കും അമ്പലത്തിനകത്ത് കയറാതെ പത്മനാഭനും കൂടെയുള്ള പോലീസുകാരനും പുറത്തു തന്നെ നോക്കി നിൽപ്പാ. പോറ്റി അപ്പോഴേക്കും അമ്പലത്തിന്റെ പുറകുവശത്തെത്തി അവിടെയുള്ള പടിക്കിട്ടിറങ്ങി ഓടി രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴാണ് മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ കാണുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ പോറ്റിയും പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും ഓടി രക്ഷപ്പെടാനുള്ള സ്റ്റാമിനയൊന്നും തനിക്കില്ല. വന്ന് മര്യാദയ്ക്ക് ജീപ്പ് കയറുന്ന വിഷ്ണു പറയുമ്പോഴേക്കും പോറ്റിയും കൈകൂപ്പിക്കൊണ്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നുണ്ട്. താൻ ഇങ്ങോട്ട് തന്നെ ഓടി വരുമെന്ന് എനിക്ക് തോന്നി. കേരള പോലീസിനെ പറ്റി താൻ എന്താ കരുതിയത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, കരുതിയതൊക്കെ നല്ലതാ സാറേ എന്ന് പോറ്റിയും. എന്നിട്ടാണോ താൻ ഓടിയത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, എനിക്ക് പണ്ടേ പോലീസിനെ പേടിയാ സാറേ എന്ന് പോറ്റി പറയുമ്പോൾ, തെറ്റുകാരല്ലെങ്കിൽ പോലീസിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് വിഷ്ണുവും. അയ്യോ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ എന്ന് പോറ്റി പറയുമ്പോൾ, പിന്നെന്തിനാ ഓടിയതെന്ന് വിഷ്ണുവും. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്ക് പണ്ടേ പേടിയാ. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. സന്തോഷിനെ പേടിച്ച് മണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ എന്നെ ആ മോഹനാ തട്ടിക്കൊണ്ടു പോയത് എന്ന് പോറ്റി സങ്കടത്തോടെ പറയുമ്പോൾ, അയാൾ തന്നെ എന്തിനാ തട്ടിക്കൊണ്ടു പോയത്? വല്ല മുതലും കയ്യിലുണ്ടോ എന്ന് വിഷ്ണുവും. അല്ല സാറേ അത് എന്ന് പോറ്റി പറയുമ്പോഴേക്കും, അല്ല സാർ, ഇല്ല സാർ, തന്നെ തട്ടിക്കൊണ്ടുപോയതാണേൽ എന്തിനാന്ന് പോലീസ് വന്നപ്പോ മോഹന്റെ കൂടെ ഓടിപ്പോയത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, പേടിച്ചിട്ടോ സാറേ എന്ന് പോറ്റിയും. തന്നോടൊന്നും മര്യാദയ്ക്ക് ചോദിച്ചിട്ട് കാര്യമില്ല, കുനിച്ചു നിർത്തി ഇടിച്ചാലേ സത്യം പറയൂ അല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പോറ്റിയും സങ്കടത്തോടെ കൈകൂപ്പിക്കൊണ്ട്, അയ്യോ സാറേ, ഇതാ സാറേ സത്യം, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ എന്ന് പോറ്റി കെഞ്ചിക്കൊണ്ട് പറയുമ്പോൾ, തന്നെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ നിന്ന് വെയിൽ കൊള്ളാതെ സ്റ്റേഷനില് തണലത്ത് കാറ്റും കൊണ്ട് കസേരയിലിരുന്ന് നമുക്ക് സംസാരിക്കാം. പിന്നെ എന്താ കുടിക്കാനും കഴിക്കാനും എന്ന് വെച്ചാ അതും വാങ്ങിത്തരാം. പോരെ, വണ്ടി കയറി കാർന്നോരെ എന്ന് വിഷ്ണു സ്നേഹത്തോടെ വിളിക്കുമ്പോൾ പോറ്റിയും, ഞാൻ നിരപരാധിയാണ് സാറേ എന്ന് പോറ്റി വിഷമത്തോടെ പറയുന്നുണ്ട്.
അപരാധിയാണെന്ന് ഞാൻ പറഞ്ഞു. കേറിയാട്ടെ, നമുക്ക് സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിക്കാം എന്ന് വിഷു പറയുന്നുണ്ടെങ്കിലും പോറ്റി അവിടെ തന്നെ നിൽക്കണ കണ്ടോ, പിടിച്ചു വണ്ടി കെട്ടടോ എന്ന് കൂടെയുള്ള പോലീസുകാരനോട് പറഞ്ഞ് വിഷ്ണുവും ജീപ്പിലേക്ക് കയറുകയാണ്. ആ പോലീസുകാരനും പോറ്റിയെ പിടിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയ പോറ്റിയെ വിഷ്ണു ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പോറ്റി കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്, ആണ്ടവനാണ് സത്യം. അതിനുശേഷം എനിക്ക് ഒരു വിവരവുമില്ല സാറേ, എല്ലാ അപരാധവും പൊറുക്കാൻ ഭജനമിരിക്കാൻ പോയതാ സാറേ എന്ന് കൈകൂപ്പി പറയുമ്പോൾ, തന്നെ പോലെയുള്ളവർക്ക് ഭജനമിരിക്കാനുള്ള സ്ഥലമൊക്കെ സർക്കാർ തന്നെ കെട്ടിയിട്ടുണ്ട് എന്ന് വിഷ്ണു പറയുന്ന കേട്ട്, പുതിയ പദ്ധതിയാണോ സാറേ എന്ന് പോറ്റിയും. അല്ല, പഴയ പദ്ധതിയാണെന്ന് വിഷ്ണു പറയുമ്പോൾ, സാറ് ജയിലാണോ ഉദ്ദേശിക്കുന്നത്? ചതിക്കല്ലേ സാറേ, ഞാൻ പരമസാത്വികനായ ഒരു മനുഷ്യനാണേ എന്ന് പോറ്റി പറയുമ്പോൾ, കയ്യിലിരിപ്പ് അങ്ങനെയല്ലല്ലോ എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നടേശനും ആനന്ദും അങ്ങോട്ടെത്തുന്നത്. അവർ സാറെന്ന് വിളിക്കുമ്പോഴേക്കും വരൂ എന്ന് വിഷ്ണുവും. അവരെ കണ്ട് സന്തോഷത്തോടെ പോറ്റി നടേശ എന്ന് വിളിക്കുമ്പോഴേക്കും അവർ വിഷ്ണുവിന്റെ അരികിലേക്ക് വന്ന് കൈകൂപ്പുമ്പോഴേക്കും വിഷ്ണു അവരോട് കസേരയിൽ ഇരിക്കാനായി പറയുകയാണ്. അളിയനെ ജാമ്യത്തിലിറക്കാൻ വന്നതായിരിക്കുമല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ, അതെ സാർ എന്ന് നടേശൻ പറയുന്ന കേട്ട് പോറ്റിയും സന്തോഷത്തോടെ ചിരിക്കുക. ഈ പരമസാത്വികൻ എന്തൊക്കെയോ ഒപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇയാളും കൂടെ മോഹനും കൂടി ചേർന്ന ആ ക്ലിനിക്കിൽ നിന്ന് സന്തോഷിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് വിഷ്ണു പറയുന്നത് കേൾക്കെ നടേശനും ആനന്ദും ഞെട്ടലോടെ ഇരിക്കുക. ശേഷം സന്തോഷിനെയും കൃഷ്ണചന്ദ്രനെയും വെച്ച് നടത്തിയ അപകടം പിടിച്ച കളിക്കും ഇയാൾ കൂട്ടാളിയാ എന്ന് വിഷ്ണു പറയുന്നത് കേൾക്കെ, അയ്യോ നടേശ, ഒന്നും വിശ്വസിക്കില്ലേ, മോഹനെ കിട്ടാത്തോണ്ട് എല്ലാം എന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കുകയാ. ഇവര് പറയുന്നതൊക്കെ കഥയാ നടേശ എന്ന് പോറ്റി പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ മേശയിൽ അടിച്ചോണ്ട്, ആണോടോ പുളുക്കഥയാണോ എന്ന് ദേഷ്യത്തോടെ പോറ്റിയോടായി ചോദിച്ച്, ഇതൊരു ഒന്നൊന്നര ഉരുപ്പടിയാ, പാലിലും ചേരും പാഷാണത്തിലും ചേരും. പുറത്ത് ഭക്തൻ, പള്ളിക്കെട്ട്, കാവടി, തീത്തൈ, തനി നിറോ, എല്ലാ കോടതി പരിധിയിലും കെട്ടിയോളും ചുറ്റിക്കളിയും. സംസാരിച്ച അയ്യോ പാവം, ഉള്ളിലെ കൊടിയ വിഷമാ. അതെ, ഇനിയും ഇതിനെ ജാമ്യത്തിലെടുത്ത് പുഷ്ടിയാക്കണം എന്ന് വിഷ്ണു നടേശനോടായി ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ആനന്ദം അച്ഛനോടായി, അച്ഛ, കൂടെ നിന്നൊറ്റുന്ന ഈ ഇനത്തിനെയൊന്നും ഇനി നമ്മുടെ പടി ചവിട്ടിക്കരുത് എന്ന് പറയുന്നുണ്ട്. സർവ്വ അംഗത്തിലും വിഷമുള്ള ജീവി ഏതാണെന്ന് മത്സര പരീക്ഷയിൽ ചോദിച്ച ഉത്തരം ഇതാണ്. എടോ, തന്നെ പിള്ളേർ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എന്താ അത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോ, പോറ്റിമാമൻ എന്ന് പോറ്റിയും. പോറ്റിമാമയല്ല, വേറൊരു പേരുണ്ടല്ലോ, ഒരു വട്ടപ്പേര്, അതെന്താ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ പോറ്റിയും ഒരു ചിരിയോടെ, അതെടങ്കോല് എന്ന് പറയുമ്പോ, ആ അതാണ് തനിക്ക് പറ്റിയ പേര് എന്ന് പറയുന്നത് കേൾക്കെ അവിടെയുള്ള പോലീസുകാരും അത് കേട്ട് ചിരിക്കുക. അപ്പോഴേക്കും നടേശനും ആനന്ദും എണീറ്റുകൊണ്ട്, എന്നാ ഞങ്ങൾ ഇറങ്ങുകയാ സാറേ, കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നൊന്ന് വെച്ചാൽ മതിയല്ലോ. ശരി എന്ന് പറഞ്ഞ് കൈകൂപ്പി യാത്ര പറഞ്ഞു പോവാൻ തുടങ്ങുമ്പോഴേക്കും പോറ്റിയും, അയ്യോ നടേശ, എന്നെ കളഞ്ഞിട്ട് പോവല്ലേന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട്. അളിയനെ ഇനി ഇവര് ഭദ്രമായിട്ട് നോക്കിക്കോളും, പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് നടേശനും ആനന്ദും അവിടുന്ന് പോകുമ്പോഴേക്കും വിഷ്ണുവും ദേഷ്യത്തോടെ പോറ്റിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പാം. രാത്രിയാവുമ്പോൾ അവിടെ രേണുവിന്റെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് രേണുവും അമ്മയും TV കണ്ടോണ്ടിരിക്കുക. ഋതു അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഭാർഗവൻ ആരെയോ കോൾ ചെയ്യുകയാ. ഹലോ ഉമേശേ, അടുത്ത ഷെഡ്യൂൾ മുതൽ നമുക്ക് ഈ അസോസിയേറ്റ് വേണ്ട കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ടിവിയുടെ വോളിയം കൂടിയത് കണ്ട് അത് കുറയ്ക്കാനായി ശശികലയോട് പറയുന്നുണ്ട് ഭാർഗവൻ. ഇത്തവണ 6 ദിവസം കൊണ്ട് തീരേണ്ട വർക്കേ അവർ 8 ദിവസത്തേക്കാ ചാർജ് ചെയ്തിരിക്കുന്നത്. കമ്പനിക്ക് നഷ്ടമുണ്ടാവുന്ന ഒരു പരിപാടിക്കും ഞാൻ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ് ഭാർഗവൻ കോൾ വെക്കുമ്പോഴേക്കും മഹേഷും അങ്ങോട്ടെത്തുന്നുണ്ട്. എല്ലാവരും അവനെ കാണെ സംശയത്തോടെ നോക്കുമ്പോഴേക്കും പരുങ്ങലോടെ നിൽക്കുന്ന മഹേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.